നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പുതുജീവൻ ശ്രോതാക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ ഇളയ മകൾ ഗ്രേസി പറയുന്ന സാക്ഷ്യങ്ങൾ അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകട്ടെ. അവളുടെ ജീവിതത്തിൽ എപ്രകാരം കർത്താവ് അവളെയും കുടുംബത്തെയും കുഞ്ഞിനെയും കാത്തു എന്നുള്ള സാക്ഷ്യമാണ്. അത് കേൾക്കുവാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമീൻ. പ്രൈസ് ലോർഡ്. പുതുജീവൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ കർത്താവായ ദൈവം അടിയന് ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും അറിയുന്ന പ്രകാരം പാസ്റ്റർ പോൾ മലേഡിയുടെ ഇളയ മകളായിട്ട് ജനിക്കുവാൻ കർത്താവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല ഭാഗ്യത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ഗ്രേസി പോൾ. ഇപ്പം ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നു എറണാകുളത്ത്. ഭർത്താവ് പാസ്റ്റർ ബിനോയ് തങ്കച്ചൻ. ഞങ്ങൾക്കൊരു മകളെ ദൈവം തന്നിട്ടുണ്ട്. മകളുടെ പേര് എവീന ബിനോയ്. ഇന്ന് ഞങ്ങൾ 3 പേരും ദൈവവേലയിലായിരിക്കുന്നു. കിടക്കമ്പലം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയായിട്ട് ചേർന്ന് ദൈവത്തിൻ്റെ വേല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ എൻ്റെ ഈ അനുഭവ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിൻ്റെ കാരണമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അനേക ജനങ്ങൾക്ക് എൻ്റെ ഈ അനുഭവ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ എനിക്ക് ഈ അവസരം കിട്ടിയപ്പോൾ പബ്ലിക്കായിട്ടല്ല, എന്നാൽ പേഴ്സണലായിട്ട് ഓരോരോ ആൾക്കാരോട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം ഷെയർ ചെയ്തപ്പം അത് അവരുടെ ജീവിതത്തിൽ ഒത്തിരി വിടുതലും ഒത്തിരി ധൈര്യം അവർക്കുണ്ടായിട്ടുണ്ടെന്ന് അവരത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ ഈ അനുഭവ സാക്ഷ്യം ഈ പുതുജീവൻ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നാന്ദേഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു. അതിനുശേഷം നാഗ്പൂരിലേക്ക് ഞങ്ങൾ കടന്നുപോയി. എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ദൈവം അനേക കൃപകൾ തന്ന് അടിയന്ന് വളരുവാൻ കർത്താവായ ദൈവം സഹായിച്ചു. 10ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. നല്ല ഗിഫ്റ്റ്സ് ദൈവം നൽകി. അങ്ങനെ ദൈവവേലയിൽ പിതാവിനോടും മാതാവിനോടും കൂടെ പോകുവാൻ കർത്താവായ ദൈവം അടിയനെ സഹായിച്ചു. അങ്ങനെ മാതാവിനോടും പിതാവിനോടും ദൈവവേലയിൽ ആയിരിക്കുവാൻ ഞങ്ങൾ 3 മക്കളെയും ഞങ്ങളുടെ പിതാവ് സുശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ വളർന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്ന്, എന്തുകൊണ്ട് 3 കുഞ്ഞുങ്ങളും സുശേഷ വേലയ്ക്ക് ഇറങ്ങണം? 2 പേര്, എൻ്റെ മൂത്തത് 2 പേരുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്. അവർ സുശേഷ വേല ചെയ്യട്ടെ, ഞാൻ ജോലി ചെയ്ത് എൻ്റെ പിതാവിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ പിതാവ് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തോന്നുമായിരുന്നു, ഇല്ല, പിതാവിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. പിതാവ് ഒത്തിരി സ്ഥലങ്ങളിൽ സുശേഷ വേലയിൽ പോകുമ്പോൾ അനേക പുസ്തകങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പല രാത്രികളിലൊക്കെ എൻ്റെ പിതാവ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഓർഫനേജിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അവരെ വളർത്തണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അനേക ദേവദാസന്മാർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളിലും എൻ്റെ പിതാവ് ഓടി നടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്ന്, എന്തുകൊണ്ട് ഞാൻ ജോലിക്ക് കടന്നു പോകാത്ത? അങ്ങനെ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന ഈ ചിന്ത പിശാചാ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ നല്ല പ്രാർത്ഥനയുള്ള ഒരാളായിരുന്നു. എന്തോ കാര്യമുണ്ടെങ്കിലും വിശ്വാസത്താൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും സ്കൂളിൻ്റെ ഫീസൊക്കെ അടിക്കണമെങ്കിൽ പോലും പിതാവ് പറയും, പോയി മുട്ടലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അത്ഭുത വഴികളാണ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നേ. അതുപോലെ തന്നെ പല കൃപകൾ ദൈവം ഞങ്ങൾക്ക് തന്നപ്പോൾ അതിൽ നിന്ന് പിശാച് എങ്ങനെയും ചെയ്ത് എന്നെ മാറ്റാൻ ശ്രമിച്ചു. ബിക്കോസ് ഞാൻ ആ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് എന്നെ ആ ഫീൽഡിൽ നിന്ന് മാറ്റണം എന്ന് പിശാചിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ലൈഫിൽ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഒരു വലിയൊരു വിഷമത്തിലേക്ക് കടന്നു വന്നപ്പം അന്ന് ഞാനൊന്ന് ദൈവത്തോടൊന്ന് പിണങ്ങാൻ തുടങ്ങി. എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു? അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സങ്ങ് ദൈവത്തിൽ നിന്ന് മാറാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥനയിൽ നിന്നൊന്ന് മാറി പോകാൻ തുടങ്ങി. അന്നേരം ആ പിശാച് അവിടെ ഇടപെടാൻ തുടങ്ങിയേ. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് പ്രാർത്ഥന കുറഞ്ഞു പോകുന്നത്, അവിടെ ആ പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയല്ലേ. ദൈവം എന്തൊക്കെ വിഷമോ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതോർത്ത് ഭയപ്പെടുവോ അല്ലെങ്കിൽ പ്രയാസപ്പെടുവോ അല്ല ചെയ്യേണ്ടിയേ. ദൈവഹിതം എന്തുവാന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആ വിഷമം കാരണം ഞാൻ പ്രാർത്ഥനയ്ക്കൊന്ന് കുറച്ചു, അത്രയ്ക്കൊന്ന് സ്ട്രോങ് ആവാതെ
പുറകോട്ടേക്ക് പോകാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്ന ചിന്തയാ ജോലിക്ക് പോകണമെന്ന്. അങ്ങനെ ഞാനൊരു കോഴ്സിന് ജോയിൻ ചെയ്തു. എയറോസ്റ്റസ് ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ സെലക്റ്റായി. അങ്ങനെ ആ കോഴ്സ് ജോയിൻ ചെയ്തു. ആ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് പാർട്ട് ടൈം ജോബൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ പാർട്ട് ടൈം ജോബിലേക്ക് കയറി. ആ സമയത്തെല്ലാം എൻ്റെ പിതാവ് എതിർത്തായിരുന്നു, ഇല്ല നീ ഇതിന് പോകത്തില്ല. പക്ഷെ ഞാൻ ഒത്തിരി ഫോഴ്സ് ചെയ്തു. ഞാൻ ഇളയ മകളാ, ഭയങ്കര സ്നേഹത്തോടെ ലാടനത്തോടെ എന്നെ വളർത്തിയേ. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഫോഴ്സ് ചെയ്ത്, ഇല്ല എനിക്ക് ഇതിന് തന്നെ പോകണം. അങ്ങനെ എൻ്റെ പിതാവ് പറഞ്ഞു, ശരി നീ പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈം ജോലിക്ക് കയറിയ ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥന വെച്ചു. ഒരു മാസം ആയപ്പോഴത്തേക്ക് തന്നെ, ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം ഒരു മാസം ആയപ്പോഴത്തേക്ക് തന്നെ ഒരു 7 days പ്രയർ ഞങ്ങളുടെ ഫാമിലി വെച്ചു. ആ സമയത്ത് എൻ്റെ പിതാവ് പറഞ്ഞു, ഏതായാലും ലീവ് എടുത്ത് വേണം പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. ഇതിൽ ഇരുന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലീവിന് ഞാൻ ചോദിച്ചപ്പോൾ അവരെനിക്ക് തന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്നിൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ ഇരുന്നാൽ അവിടെ എന്തോ സംഭവിക്കുന്നു പിശാചിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അവിടെ എന്നെ തടസ്സപ്പെടുത്താൻ നോക്കി. നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ കാല് വയ്ക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധുക്കാരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ വരും. എന്താണെന്ന് വെച്ചാൽ അത് പിശാച് ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കണം. അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഏതായാലും എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പിതാവ് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ അവരോട് പോയി പെർമിഷൻ എടുത്തപ്പോൾ അവർ തരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യും, എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് പോയേ പറ്റത്തുള്ളൂ. ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞത്, അയ്യോ റിസൈൻ ചെയ്യില്ലേ, ഞങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞു. അത്രയ്ക്ക് അവർക്ക് എൻ്റെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ റിസൈൻ ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെ 7 days പ്രയറിന് ഞങ്ങൾ കൂടിയപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ എൻ്റെ മനസ്സിന് ഒരു സമാധാനം ഇല്ലായിരുന്നു. പുറമേ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവും ഒക്കെ ആയിരിക്കുമ്പോഴും ഉള്ളിൽ പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. എന്തോ എൻ്റെ മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ ആ പ്രയറിന് കൂടി. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പറഞ്ഞു, കർത്താവിൻ്റെ ഗീതം എന്തുവാന്ന് ഈ പ്രാർത്ഥനയിൽ നിന്ന് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനേക ദേവദാസന്മാർ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക്. പക്ഷെ ഞാൻ ഒരു ദേവദാസൻ്റെ ആലോചനയല്ല, എൻ്റെ അപ്പൻ തന്നെ, എൻ്റെ പിതാവ് തന്നെ എന്നോട് സംസാരിക്കണം, യേശു അപ്പച്ചൻ തന്നെ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം കടന്നു വന്ന ദേവദാസന്മാർ എല്ലാം എൻ്റെ തലയിൽ കൈവച്ച് ദൈവവേലയ്ക്കാന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. പല ആലോചനകൾ എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. എൻ്റെ യേശു അപ്പച്ചൻ തന്നെ എന്നോട് സംസാരിച്ചാൽ മാത്രമേ ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് 5ാമത്തെ ദിവസമായപ്പോൾ എൻ്റെ ഉള്ളം കരയാൻ തുടങ്ങി. ഞാൻ ഒത്തിരി കരയാൻ തുടങ്ങി. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. നന്നായിട്ട് ദൈവശബ്ദം കേട്ട ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ദൈവശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ഉള്ളം മാത്രം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ കരയാൻ തുടങ്ങി. കുറേ നേരം ഞാൻ കരഞ്ഞ് ദൈവമേ നീ എന്നോട് സംസാരിച്ചേ മതിയാവുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ അപ്പൻ എന്നോട് സംസാരിച്ചു. എൻ്റെ ഉള്ളം ഇങ്ങനെ ദൈവവേലയ്ക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു ശബ്ദം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ അപ്പനോട് ചോദിച്ചു, അപ്പാ ഞാൻ അഥവാ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പിതാവ് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇനി എന്നോട് ശുശ്രൂഷിക്കേണ്ടി വരത്തില്ല എൻ്റെ പിതാവ് വേണം എന്നോട് ഹെൽപ്പ് ചെയ്യേണ്ടിയേ. അപ്പം അതെങ്ങനെ സംഭവിക്കും ഞാൻ എൻ്റെ യേശുപ്പച്ചനോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ്, നീ ജസ്റ്റ് ഇറങ്ങിയാൽ മതി, നീ ഇറങ്ങിയാൽ മാത്രം മതി, നിന്നെ നടത്തുന്നവൻ ഞാനാന്ന് ഉള്ളൊരു ശബ്ദം എൻ്റെ ചെവിയിലേക്ക് കേട്ടു. അതിനുശേഷം ഉടനെ തന്നെ ഒരു ദേവദാസൻ വന്ന് എൻ്റെ ചെവിയിലേക്ക് എൻ്റെ അടുത്ത് വന്ന് ഈ സെയിം കാര്യം, ഞാൻ കേട്ടോണ്ടിരിക്കുന്ന കാര്യം തന്നെ ആ ദേവദാസനോട് പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് കൺഫർമേഷൻ അയ്യാ ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നതെന്ന് ആ ഒരു ശബ്ദം എനിക്ക് കേൾക്കുവാൻ അപ്പൻ സഹായിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പിതാവിനോടും മാതാവിനോടും പറഞ്ഞ് ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെ അന്ന് കുറേ പേര്, ആ ദിവസങ്ങളിൽ കുറേ പേര് സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് ഞങ്ങളെല്ലാവരും മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദേവദാസന്മാരെല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം
എൻ്റെ പഠനം ശേഷം 2007 എൻ്റെ കല്യാണം കഴിഞ്ഞു. പാസ്റ്റർ ബിനോയ് തങ്കച്ചൻ കല്യാണത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഒരു ചെറിയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഭവനത്തിൽ നിന്നായിരുന്നു അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഭവനത്തിൽ പിതാവ് ജോലിക്ക് കടന്നു പോകുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന നിസ്സാര പൈസയും കൊണ്ട് അത് അവർക്കൂടെ ഒരു ബുദ്ധിമുട്ട് ആവലേന്ന് ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. എന്താ ഒരു ചെറിയ പ്രവർത്തനമായിരുന്നു, ഫൈനാൻഷ്യലി ഞങ്ങൾ ഒട്ടും സ്ട്രോങ് അല്ലായിരുന്നു. ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിതാവ് എൻ്റെ യേശപ്പച്ച എങ്ങനെയെങ്കിലും ചെയ്ത് ഞങ്ങൾക്കൊരു വഴി തുറക്കണം, ഒരു പാസനേജ് ഉള്ള ഒരു ചർച്ച് മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. എൻ്റെ ഹസ്ബൻഡ് പുല്ലൂർ കൺവെൻഷനിലേക്ക് 7 ദിവസം പോയപ്പോൾ ആ 7 ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 7ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടാനായിട്ട് പോയി. ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ കടന്നു പോയപ്പോൾ ഒരു ദേവദാസൻ ശക്തമായിട്ട് തന്നെ ഞങ്ങളോട് ആലോചന പറഞ്ഞു. മകളെ, കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നീ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അത് എനിക്കറിയില്ല, പക്ഷെ ദൈവാത്മ ശക്തമായിട്ട് പറയുന്നു, ഇത്ര കിലോമീറ്റർ ദൂരെ നിനക്ക് വേണ്ടിയിട്ട് ഒരു വഴി ദൈവം ഒരുക്കുന്നുണ്ടെന്ന് എന്നോട് ആ ദൂത് പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന വിഷമം ഒരു പക്ഷെ വേറെ മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിനറിയാം. കറക്റ്റ് അതിനുള്ള ആലോചന ദൈവം എനിക്ക് നൽകി തരും. ആ വിഷയം പാസ്റ്ററിന് പോലും അറിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം മുമ്പാകെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ദൂത് മനസ്സിലായി. ഞാൻ പോകുന്ന വഴിക്ക് ബീച്ചാനോട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്ന വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ ആ പ്രാർത്ഥന നിർത്തിയില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴി തുറന്നു. ഇവിടെ കിടക്കമ്പലം എന്ന് പറഞ്ഞ് ദേശത്തിലേക്ക് കടന്നു വരുവാനും അവിടെ ഒരു പാസനേജ് ഉള്ള ചർച്ച് എടുക്കുവാൻ കർത്താവായ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഇവിടെ ഞങ്ങൾ സുശിക്ഷ വേല സ്റ്റാർട്ട് ചെയ്തു. 0 നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ആകെ ഒരു പെട്ടി മാത്രം, ഞങ്ങൾ 2 പേരും ഒരു പെട്ടി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവസന്നിധി ഞാൻ പറഞ്ഞു, ദൈവമേ, പട്ടിണി ഇരുന്നാലും ഞങ്ങളുടെ മാതാപിതാക്കളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾക്ക് നിൽക്കാനുള്ളൊരു സ്ഥലം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രകാരം ദൈവം ഞങ്ങൾക്ക് സ്ഥലം തന്നു. അതുപോലെ തന്നെ ഓരോരോ ദിവസം വിശ്വാസത്താൽ ജീവിക്കാൻ കർത്താവായ ദൈവം സഹായിച്ചു. അതിനുശേഷം 2010 ആയപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഒരു പെൺകൊച്ചിനെ നൽകി. കർത്താവായ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ കുഞ്ഞിനെ പിശാച് തരത്തില്ല എന്നായിരുന്നു പിശാചിൻ്റെ വാശി. എന്നാൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ആ കുഞ്ഞ് നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ഡോക്ടർമാർ അബോർഷൻ ചെയ്യാൻ പറഞ്ഞെങ്കിലും ഞാൻ അതിന് റെഡി ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ച് വാങ്ങിച്ച ഒരു കുഞ്ഞാണ്. അപ്പോൾ ദൈവം തരുവാണെങ്കിൽ എങ്ങനെയുള്ള കുഞ്ഞായാലും ഞാൻ റെഡി അതിനെ വളർത്താമെന്ന് ഞാൻ ദൈവസന്നിധി തീരുമാനിച്ചു. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2010 ഏതായാലും ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് ആ കുഞ്ഞിനെ ദാനമായി നൽകി. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അവളുടെ ബാക്ക് സൈഡിൽ ഒരു സ്പൈനലിൻ്റെ അടുത്ത് ഒരു മുഴ ഉണ്ടായിരുന്നു. ആ മുഴ എത്രയും പെട്ടെന്ന് 6 മാസം ആകുമ്പോൾ സർജറി ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ഏതായാലും ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താ ഫൈനാൻഷ്യലായിട്ട് ഞങ്ങൾ ഒത്തിരി വീക്കായിരുന്നു. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് കടം വാങ്ങിച്ച് ചെയ്യാനും താല്പര്യമില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് ദൈവഗീതമാണെങ്കിൽ അത് നടക്കട്ടെ. അങ്ങനെ ഒരു വയസ്സായപ്പോഴത്തേക്ക് കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. എല്ലാ മാസം അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ സ്ഥിതി അവളുടെ ആവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് ഇമ്മീഡിയറ്റ്ലി സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പാരൻസിൻ്റെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നാഗ്പൂർ വെച്ച് ഞങ്ങൾ അവളുടെ സർജറി ചെയ്തു. സർജറിക്ക് ശേഷം അവൾ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 3 വയസ്സായപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പിന്നെ അവളുടെ ലൈഫിൽ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. അങ്ങനെ എന്തുകൊണ്ട് ഇൻഫെക്ഷൻ വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാ മാസം പിന്നെ അഡ്മിറ്റ് ആക്കുമായിരുന്നു അവളെ. അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവളുടെ സോണോഗ്രാഫിയൊക്കെ ചെയ്തപ്പോൾ അവളുടെ ബ്ലാഡറിന് വേരിയേഷൻ ഉണ്ട്. യൂറിന് കൺട്രോൾ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കിഡ്നി 2ഉം സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ബ്ലാഡർ സർജറി ചെയ്തില്ലെങ്കിൽ കിഡ്നി 2ഉം ഡാമേജ് ആയി പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ അവളെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ വെല്ലൂർ CMCയിലേക്ക് കൊണ്ടുപോയി. വെല്ലൂർ CMC വെച്ച് ഡോക്ടർമാർ നോക്കിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന് പറ്റുമോ അത്ര പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ സർജറി ചെയ്യണം എന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു.
ആ സമയത്ത് ഞങ്ങളുടെ കൈ പൈസയൊന്നുമില്ല. ആകെ ഞങ്ങൾ വിഷമിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ ഡോക്ടർമാരോട് പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ കൈ പൈസയില്ല, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ മടങ്ങി വീട്ടിലേക്ക് വന്നു. ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാണെങ്കിൽ മാത്രം ഞങ്ങൾ പോകത്തുള്ളൂ. വേറെ ആരുടെ അടുത്ത് ഞങ്ങൾ കടം വാങ്ങിക്കാനോ ഒന്നും ഞങ്ങൾ പോകത്തില്ല. എന്നാൽ ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ സമയമായപ്പോഴത്തേക്ക് ദൈവം ഓരോരോ വഴി തുറക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വെല്ലൂരിലേക്ക് കടന്നുപോയി. ബൈതലിൻ്റെ സർജറി ചെയ്തു. സർജറിക്ക് ശേഷം ബൈതലിന് ട്യൂബ് ഇട്ടു. അവളോട് ഡോക്ടർ പറഞ്ഞു ലോങ് ലൈഫ് അവൾക്ക് ട്യൂബ് ഇടേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതം അവളുടെ ജീവിതത്തിൽ നടക്കുന്നു, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 4-ാമത്തെ വയസ്സിലായിരുന്നു അവളുടെ ബ്ലാഡറിൻ്റെ സർജറി കഴിഞ്ഞ്. 1 വർഷം പോലും ആയില്ല, അവൾക്ക് 5-ാമത്തെ വയസ്സിൽ മെനിഞ്ചൈറ്റിസ് വന്ന് അവളുടെ നടുക്ക് താഴെ തളർന്നു പോയി. ഡോക്ടർമാർ പറഞ്ഞു ഇനി അവൾ ലൈഫിൽ അവൾ നടക്കൂല. അതും ഞങ്ങൾ സീരിയസ് ആയിട്ട് തന്നെയായിരുന്നു ബൈതലിനെ ഇവിടുന്ന് വെല്ലൂരിലേക്ക് കൊണ്ടുപോയി. വെല്ലൂരിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ കണ്ടുപിടിച്ചത് ബൈതലിന് മെനിഞ്ചൈറ്റിസ് ഉണ്ടെന്ന്. അങ്ങനെ അവൾ ഇനി നടക്കൂല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവളുടെ എത്രയും പെട്ടെന്ന് അവളുടെ MRI ചെയ്തപ്പോൾ അറിഞ്ഞത് ആ സെയിം സ്ഥലത്ത് അവൾക്ക് നേരത്തെ മുഴ ഉണ്ടായിരുന്ന ആ സെയിം സ്ഥലത്ത് തന്നെ അവൾക്ക് സിസ്റ്റ് ഉണ്ടായി. അത് പൊട്ടി, അത് ഫുൾ ബോഡിയിലേക്ക് സ്പ്രെഡായി. അങ്ങനെ കുഞ്ഞ് അവസാന കുറച്ചുകൂടെ ഞങ്ങളൊന്ന് താമസിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ലായിരുന്നു. എന്നാൽ തക്ക സമയത്ത് ദൈവം ഞങ്ങളെ അവിടെ അയച്ച് കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ഏതായാലും ഇമ്മീഡിയറ്റ്ലി തന്നെ അവൾക്ക് സർജറി ചെയ്യേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ സർജറി ചെയ്ത് സർജറിന് ശേഷം 10 ദിവസമായി ഞങ്ങൾ ഹോസ്പിറ്റൽ റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തലയുടെ സർജറി ചെയ്ത ആൾക്കാർ ഒക്കെ എണ്ണീട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ബൈതലിനോട് മാത്രം ഒന്നും ഇരിക്കാൻ പോലും അവർ പറയുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഡോക്ടർ കടന്നു വന്നപ്പോൾ ഡോക്ടർ സർജറിക്കൊക്കെ പോയിട്ട് ഇച്ചിരി ലേറ്റാണ് കടന്നു വന്നേ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആരും ഇല്ലായിരുന്നു. ഇല്ലെങ്കിലും ആരെയും പെർമിഷൻ തരത്തില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനോട് ഇരിക്കാൻ നിങ്ങൾ പറയാത്തേ, എന്തുകൊണ്ട് അവളവിടെ നടക്കാനോ ഇന്നിട്ട് ഇരിക്കാനോ ഒന്നും നിങ്ങൾ പറയാത്തേന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു നീ കാണുന്നില്ലേ നിൻ്റെ കൊച്ചിൻ്റെ കാല് അനക്കാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് അറിയത്തില്ലല്ലോ. കുഞ്ഞിൻ്റെ കാല് ഒരു വിരൽ പോലും അവൾ അനക്കത്തില്ലായിരുന്നു. ഇങ്ങനെ വടി വച്ചേക്കുന്ന പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അവളുടെ കാലിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കാണുന്നുണ്ട് ഡോക്ടർ, എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ഒന്നും ചെയ്യാത്തതെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇനി കുഞ്ഞ് ലൈഫിൽ നടക്കൂല, അവൾ ബെഡിലായിരിക്കും എന്ന് പറഞ്ഞ്. അവളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇനി ബെഡിലായിരിക്കും, അവൾക്ക് ഇന്നിട്ട് ഇരിക്കാൻ പോലും പറ്റുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഡോക്ടർ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവളുടെ നടു തൊട്ട് താഴെ വരെ അവളുടെ ഫുൾ ഡാമേജ് ആയി, അവളുടെ ഇൻഫെക്ഷൻ ആയിട്ട് അതെല്ലാം ഡാമേജ് ആയി, ഇനി അവൾക്ക് ഇന്നിട്ട് നടക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ മെഡിക്കൽ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു ലാംഗ്വേജ് അറിയാം, എൻ്റെ പിതാവിൻ്റെ ലാംഗ്വേജ്. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ച കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആ ഡോക്ടറിനോട് വിശ്വാസത്താൽ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം, ആ ഡോക്ടറെ അവൾ നടന്നു കാണിക്കും. ഞാൻ ഡോക്ടറുടെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു ബിക്കോസ് മൈ ഗോഡ് ഈസ് അലൈവ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, എൻ്റെ ദൈവം വിടുതൽ തരുന്ന ദൈവമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിന്നിട്ട് നടക്കും എന്ന് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എൻ്റെ മുഖത്തോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ ഒരു വർഷം ചിന്തിച്ചത് പെട്ടെന്ന് ഒരു 5 വയസ്സുള്ള കൊച്ച് ഓടിച്ചാടി നടന്ന കൊച്ച് നടക്കാതെ ആയപ്പോഴത്തേക്ക് അമ്മയ്ക്കൊരു ഷോക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരിക്കും എന്ന് ഡോക്ടർ വിചാരിച്ചു. പക്ഷേ ഇല്ല, എൻ്റെ മനസ്സിൽ എനിക്കറിയാം, ഞാൻ വിശ്വസിച്ച് ഇറങ്ങിയ എൻ്റെ ദൈവത്തെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ദൈവം അറിയാതെ അവളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് ഡോക്ടർ അപ്പം എന്നോട് മുഖത്തോട് ചിരിച്ച് പറഞ്ഞു നീയും നിൻ്റെ ഹസ്ബൻഡ് ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറിനോട് ഇല്ല ഡോക്ടർ, ഞങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ബിക്കോസ് ഐ നോ മൈ ഗോഡ് ഈസ് എ ഹീലർ. എൻ്റെ ദൈവം ബൈബിളിനെ നടപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം കുറച്ച് ദിവസത്തോടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യാൻ നേരത്തെ ഡോക്ടർ ഒന്നുകൂടെ വന്ന് കാണാൻ നേരത്തെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് ഫിസിയോതെറാപ്പിസ്റ്റിനും എല്ലാം കാണിക്കട്ടെ എന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പിസ്റ്റിനെയും കാണിച്ചിട്ട് ഒരു പ്രയോജനം കാണത്തില്ല, അവരും സെയിം തന്നെ പറയും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ചു. അന്നും അവർ കണ്ടിട്ട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു തന്നെ കറക്റ്റ്, ഇനി ഈ കൊച്ച് ഒരിക്കലും നടക്കില്ല, വേണമെങ്കിൽ ഞങ്ങൾ ഇവളെ പകുതിയായിട്ട് ഇരുത്തി വീൽ ചെയർ ട്രെയിനിങ് ചെയ്യിപ്പിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഹസ്ബൻഡ് പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പൈതൽ കൊച്ചിനെ കയ്യിലേക്ക് എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോവാം ഡോക്ടറെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കണ്ടു ഡോക്ടർ എഴുതി വെക്കുന്നത് പാരൻസ് നോട്ട് ഡിസൈഡഡ്, പാരൻസ് അത് തീരുമാനിച്ചിട്ടില്ല എന്ന് അവർ എഴുതി വെച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഹസ്ബൻഡ് വണ്ടി എടുക്കാൻ പോയി. ഞാൻ കുഞ്ഞിനെ കയ്യിലേക്ക് പിടിച്ചതിന് ശേഷം നേരെ സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോവുക, പക്ഷെ ഞാൻ നാളെ ചെക്കപ്പിന് വേണ്ടി 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കൈയും പിടിച്ച് വരുവാൻ എന്നെ സഹായിക്കണം. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദേവദാസൻ അവിടെ വന്ന് ആ ദേവദാസന് പറഞ്ഞു, എന്താ സഹോദരി കരയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പാസ്റ്റർ, പക്ഷെ തിരിച്ച് ഞാൻ വരുമ്പോൾ എൻ്റെ കൊച്ചിനെ നടന്നു കൊണ്ടുവരാൻ വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം, സിസ്റ്ററുടെ വിശ്വാസം ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വരാൻ നേരത്ത് തന്നെ അവളുടെ ആ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ഒരു ചെറിയൊരു ഗ്രോത്ത് പോലെ ഒരു കുഞ്ഞൊരു പിമ്പിൾ പോലെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഒന്നുകൂടെ അത് കീറേണ്ടി വരും എന്താണെന്ന് അറിയാൻ. പക്ഷെ ഞങ്ങൾ ഇങ്ങ് കടന്നു വന്നു. ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പാസനേജിലാണ് താമസിക്കുന്നതുകൊണ്ട് ആദ്യത്തെ ഞായറാഴ്ച പാട്ടൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് കൊച്ചിരുന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവക്കും ചർച്ചിലേക്ക് പോകണം എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു ഇൻഫെക്ഷൻ ആവും, അതുകൊണ്ട് ആരെയും അടുപ്പിക്കില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നാൽ ഞാൻ പതുക്കെ ചർച്ചിലേക്ക് വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ബൈതലിനെയും കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് അതിനെന്താ പ്രാർത്ഥനയ്ക്കല്ലേ, അല്ലാതെ പാർക്ക് പോകാനല്ലല്ലോ, കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെയും കൂട്ടി ചർച്ചിലേക്ക് അവളെ ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ മൊത്തം സഭയിലുള്ള എല്ലാ വിശ്വാസികൾ ഒരേ മനസ്സോടെ അവയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഞാൻ തിരിച്ച് ഞങ്ങൾ ആരാധനയ്ക്ക് ശേഷം പോയി അവളുടെ ഡ്രസ്സ് മാറിയപ്പം ആ ചെറിയ പിമ്പിൾ ടൈപ്പുള്ള ആ സാധനം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ വിശ്വാസം, അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി നടക്കുന്നത്. കടുമണി പോലുള്ള വിശ്വാസം, നമ്മുടെ വിശ്വാസം ഒരു പക്ഷെ അതിനേക്കാളും ചെറുതായിരിക്കും, പക്ഷെ അത് നല്ല മനസ്സോടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ദൈവത്തിൽ യേശപ്പച്ചനോട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിടുതൽ നടക്കും. വിശ്വാസത്താൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കും അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നടക്കും. അങ്ങനെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസത്താൽ. എന്നാൽ 3 മാസത്തിനുള്ളിൽ എൻ്റെ കൊച്ച് പതുക്കെ സ്റ്റെപ്പ് വെച്ച് അവൾ നടക്കാൻ തുടങ്ങി. ഇവിടെ ഞങ്ങൾ ഒത്തിരി ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞു ഇല്ല ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളിൽ നിന്ന് വെറുതെ ഞങ്ങൾക്ക് പൈസ മാത്രം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, പക്ഷേ അവൾ നടക്കൂല്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞ്. പക്ഷെ 3 മാസത്തിന് ശേഷം എൻ്റെ കുഞ്ഞ് പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഞാൻ ഹെൽത്ത്ലി ഇച്ചിരി വീക്കായിപ്പോയി. ബിക്കോസ് ഞാനായിരുന്നു കുഞ്ഞിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ ട്രീറ്റ്മെൻറ്റ്, അവളുടെ എക്സസൈസും എല്ലാം പ്രാർത്ഥനയിൽ വിശ്വാസത്താൽ ഞാൻ കടന്നുപോയി. ബൈതലിനെയും കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ 3 മാസം ആയപ്പോഴത്തേക്ക് ഞാൻ ശാരീരികമായി എനിക്ക് വീക്ക്നെസ് വരാൻ തുടങ്ങി. പിന്നെ മുമ്പോട്ട് എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റാതെയായി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ, ഈ കൊച്ച് നടക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ലേ, ഡോക്ടർമാരും പറഞ്ഞു വിട്ടതല്ലേ, ഇത് ഭയങ്കര അത്ഭുതമാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു ഞങ്ങൾ ഇനി ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ ഒരു 2 മാസത്തോളം അവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി. കുഞ്ഞ് കൈവിട്ട് ഓടിച്ചാടി നടക്കാൻ തുടങ്ങി. അങ്ങനെ 6 മാസത്തിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയപ്പോൾ ഞങ്ങൾ പുറത്ത് ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അസിസ്റ്റൻറ്റ് ഡോക്ടർ വന്ന് പറഞ്ഞു ഇത് എവീനയാണോ, ഇന്ന് ബെഡിൽ കിടന്ന് ബൈതലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഡോക്ടർ പോയി സീനിയർ ഡോക്ടറിനോട് പറഞ്ഞു. സീനിയർ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു ആ കുഞ്ഞിനെ. ഇത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ ഡോക്ടേഴ്സ്മാറിന് പോലും. അങ്ങനെ അവളെയും കൊണ്ട് ഞങ്ങൾ ഡോക്ടർ അവളുടെ കൈ പിടിച്ചോണ്ട് ഞാൻ അകത്തേക്ക് കയറി പോകാൻ എൻ്റെ ദൈവം സഹായിച്ചു. ഡോക്ടർമാർ എല്ലാവരും എത്ര പേരുണ്ടായിരുന്നു അവരെല്ലാവരും വിളിച്ചുകൊണ്ട് വന്ന് ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഡോക്ടർമാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ഡോക്ടർമാർ പറഞ്ഞു ഷീ ഈസ് എ മെർക്കൽ ബേബി, അവൾ ഒരു മെർക്കൽ ബേബിയാ. എന്താ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ ഇത്ര അവർ ആരേക്കും നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരെ ആരെയും നടന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഈ കുഞ്ഞ് ഒരു സ്പെഷ്യൽ കുഞ്ഞാന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അങ്ങനെ ദൈവം അത്ഭുത സാക്ഷ്യമാക്കി അവളെ വെല്ലൂർ CMCയിൽ ദൈവം അവളെ ആക്കി. അങ്ങനെ അത്ഭുത വിടുതൽ അവളുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ എന്തെങ്കിലേക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ട് ഭയപ്പെടുവാനല്ല, അത് കണ്ട് വിഷമിക്കുവാനല്ല, എന്നാൽ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. എനിക്കറിയാം ഇനി അനേക പാരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു നിമിഷം ഒരു
മിനിറ്റ് എങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. അപ്പൻ്റെ ഇഷ്ടം എന്തുവാ അതാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ ഇഷ്ടമല്ല, അപ്പൻ്റെ ഇഷ്ടം നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ. നമ്മൾ പല ചിന്തകളും ചിന്തിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കണം, കുഞ്ഞുങ്ങളെ എഞ്ചിനീയർ ആക്കണം, കുഞ്ഞുങ്ങളെ ആ നിലയിൽ കൊണ്ടുപോകണം. പക്ഷെ അപ്പൻ്റെ ഇഷ്ടം എന്തുവാന്ന് നമ്മൾ ഒരിക്കലും ചോദിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിച്ചു, പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിച്ചു, മമ്മ ഞാൻ വലുതായിട്ട് എന്താ ആകണ്ടിയെന്ന് ഈ ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യം നീ ആകേണ്ടത് യേശുവിൻ്റെ സർവൻറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വേലക്കാരി ആവണം ആദ്യം. അതിനുശേഷം രണ്ടാമത്തെ, ദൈവം നിന്നെ കുറിച്ച് എന്താ ചിന്തിക്കണേ അതിനുവേണ്ടി നീ സമർപ്പിച്ചു കൊടുക്കണം. അത് ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, അതോ ഏതെങ്കിലും ഒരു സാധാ ജോലിയാണോ, അത് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം എന്തുവാ അതിനു വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് എൻ്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് അവൾക്ക് 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അവൾ നോർമലായിട്ടല്ല നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എന്നാലും ഈ പ്രശ്നങ്ങളുടെ ഇടയിലും ദൈവത്തിന് വേണ്ടി പാടുവാൻ അവളെ ദൈവം സഹായിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ദൈവത്തിന് വേണ്ടി പാടുവാൻ ദൈവം അവളെ ബലപ്പെടുത്തി. അതുപോലെ തന്നെ അമേരിക്കയിൽ ആ ബൈബിളുമായിട്ട് കടന്നു പോകുവാൻ കർത്താവായി ദൈവം സഹായിച്ചു. അനേക സ്റ്റേജുകളിൽ ദൈവത്തിന് പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവായി ദൈവം സഹായിച്ചു. അവളെ കണ്ടിട്ട് അനേക മാതാപിതാക്കൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി. തീർച്ചയായിട്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന അവർക്ക് ആ വിശ്വാസമായി. ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങളുടെ കുടുംബത്തെ ദൈവകരങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് കണ്ണുകളെ അടിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പാരൻസിനെ, എല്ലാ മാതാപിതാക്കളെ, എല്ലാ ജനങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന പിതാക്കളെ, മാതാക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് കർത്താവെ അവരെ ബലപ്പെടുത്തണം. നിന്നിലുള്ള വിശ്വാസത്തിൽ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാൻ എൻ്റെ ദൈവം അവിടെ നിന്ന് സഹായിക്കണം. കർത്താവേ, ആ കുഞ്ഞുങ്ങളെ എല്ലാ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ അത്ഭുതകരം കർത്താവെ ആ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് ഒരു പൂർണ്ണ സൗഖ്യം, വിടുതൽ അവിടെ നൽകി തന്നെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവർ കുഞ്ഞുങ്ങളായി വളരുവാൻ എൻ്റെ അപ്പൻ അവിടെ നിന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ ജനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.